എനിക്ക് LDFന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഞാൻ ഒരു കോഴഞ്ചേരിക്കാരനാണ്. 7 വർഷമായി ഏറി നിൽക്കുകയാണ് കോഴഞ്ചേരി പാലം. ഇപ്പോൾ ഇവിടെ LDFന്റെ ഒരു പ്രതിനിധി പറയുന്നത് കേട്ടു, പിന്നെ നിർമ്മാണം നടക്കുകയാണ്. ഇലക്ഷൻ വരുമ്പോൾ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തന രീതി മാത്രം അവിടെ കണ്ടുകൊണ്ടിരിക്കും. അല്ല, ഇലക്ഷൻ കഴിയും പരിപാടി നടത്തും. ഇതാണ് ഇപ്പോൾ വികസനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല? ഒരിക്കലും ഇല്ല. ആന്റണിയിൽ നിന്നോ 100% വികസിച്ചിരുന്നോ? 15 വർഷം തീർച്ചയായിട്ടും. പത്തനംതിട്ടയ്ക്ക് വികസനം ഉണ്ടായി. 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം പുള്ളി ഇവിടെ ജയിക്കും. 1 ലക്ഷം തീർച്ചയായിട്ടും കൂടുതലല്ലേ? 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം ഇവിടെ ജയിക്കും. 1 ലക്ഷത്തിന് ഭൂരിപക്ഷം ജയിക്കും. ആണോ? 1.5 ലക്ഷം ഭൂരിപക്ഷം ജയിക്കും. ആണോ? ആ ജയിക്കും. 1 ലക്ഷം എന്നാണല്ലോ ഭൂരിപക്ഷം പറയുന്നത്. ഇവരുടെ സ്വപ്നത്തിൽ നടക്കുമായിരിക്കും, അല്ലാതെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, മൊത്തത്തിൽ എന്താ അവസ്ഥ മണ്ഡലത്തിന്റെ? മൊത്തത്തിൽ നല്ലൊരു അവസ്ഥയാണ്. പിന്നെ UDF ഒരു 1.5 ലക്ഷം 2 ലക്ഷം വോട്ടിന് ജയിക്കും. ആന്റണി ജയിക്കും. എന്തുകൊണ്ട് ആന്റണി ജയിക്കണം? ആന്റണി ജയിക്കേണ്ടത് നമ്മുടെ നാടിന്റെ ഒരു ആവശ്യം. നമ്മുടെ നാടിന്റെ ആവശ്യമാണോ ആന്റണി ജയിക്കുന്നത്? ആണോ? ആന്റണിയാണോ ജയിക്കേണ്ടത്? തോമസ് ഐസക്കേ ജയിക്കത്തുള്ളൂ. എന്താണ് അവസ്ഥ? ആരായിരിക്കും? അനിൽ ആന്റണി ജയിക്കുമെന്നാണോ ഈ പറയുന്നത്? എന്താണ് അവസ്ഥ? എന്താ അവസ്ഥ? എന്താ അവസ്ഥ? അനിൽ ആന്റണി തന്നെയാണോ? അനിൽ ആന്റണിക്കാണോ ഇത്തവണ സാധ്യത? ആന്റണി ജയിച്ചിരിക്കും. എന്തുകൊണ്ട് ആന്റണി? ഉറപ്പായി വികസനങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജയിച്ചു വരുന്നത്. ആണോ? അനിൽ ആന്റണിയാണോ? അത് ആന്റണിയോ? ആളുകൾക്ക് മാറിപ്പോവോ? മാറുന്നില്ല. ആർക്കായിരിക്കും സാധ്യത? അനിൽ ആന്റണിക്ക് സാധ്യതയുണ്ട്. എന്തുകൊണ്ട് അനിൽ ആന്റണിയിൽ വിശ്വാസം? എല്ലാവർക്കും ഒരു മാറ്റം ആവശ്യമാണല്ലോ. അപ്പൊ മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമുണ്ട്. ആണോ? മോദിയുടെ ഗ്യാരണ്ടിയിലാണോ വിശ്വാസം? ആണോ? അപ്പം അനിൽ ആന്റണിക്ക് സാധ്യത ഉണ്ടെന്നാണ്. ആണോ? അനിൽ ആന്റണി ആരാ പിന്നെ? ഐസക്ക് അതോ ആന്റണിക്കാണ് സാധ്യത? എന്താ? മോദിയുടെ ഗ്യാരണ്ടിയിൽ വിശ്വാസമില്ല. എന്തുകൊണ്ട് വിശ്വാസമില്ല? എന്തുകൊണ്ട് വിശ്വാസമില്ലെന്ന് പറഞ്ഞാല് പെട്രോളിനും ഡീസലിനും ഒക്കെ വലിയ വില കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാം ഭയങ്കര വിലയാണ്. 500 രൂപ കിടന്ന ഗ്യാസിന് ഇപ്പോൾ 1000 രൂപ വിലയാണ്. അപ്പൊ ഇയാളുടെ ഗ്യാരണ്ടി നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇനി മോദിയുടെ കയ്യിൽ ഭരണം കിട്ടിയാല് ഇവിടെ ഇലക്ഷനും നടക്കത്തില്ല, ഒരു ചുണ്ണാമ്പും നടക്കത്തില്ല. അതുകൊണ്ട് ആന്റണി ജയിക്കേണ്ട കാലഘട്ടത്തിന്റെ ആവശ്യം. ഇവിടെ ഉറപ്പായും തോമസ് ഐസക്. കാരണം ഇന്ന് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്നിട്ട് ആ പാവം പിടിച്ച ചേച്ചിയെ കൊണ്ട് 1.5 മണിക്കൂറോളം ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇരുത്തേക്കുമായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ സ്റ്റേഡിയത്തിൽ ആളില്ല. പിന്നെ എങ്ങനെയാണ് 1/2 മണിക്കൂറും കൊണ്ട് പരിപാടി നടത്തി എങ്ങനെയൊക്കെ പോയി. ഇവിടെ ടൗണിലെങ്ങും ഒരു ആരും വന്നത് പറഞ്ഞില്ല, പോയത് പറഞ്ഞില്ല. ഇവിടെ അതുകൊണ്ട് ഉറപ്പായും തോമസ് ഐസക്. പിന്നെ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാനുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരുന്നു, പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവരുന്നു. ഇവര് വരുമ്പോ സ്വന്തം കൊടി പിടിക്കാൻ പറ്റില്ല, സ്വന്തം കൂടെ നിൽക്കുന്ന ലീഗിന്റെ കൊടി പിടിക്കാൻ പറ്റില്ല. പണ്ട് ഞങ്ങൾ ഉത്സവത്തിനൊക്കെ പോകുമ്പോഴായിരുന്നു ഈ ഊത്തും ഈ ബലൂണൊക്കെ പിടിക്കുന്നത്. ഇപ്പൊ ആ അവസ്ഥയാണ് ഇവിടെ. BJP പേടിച്ച ഇപ്പൊ ആ അവസ്ഥയാണ് ഇവിടുത്തെ കോൺഗ്രസ്.